ഇന്നലെ സംഭാഷണം പുറത്തു വന്നു. സംഭാഷണം അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതല്ല, സംഭാഷണം പുറത്തു പോയതാണ്. അദ്ദേഹം ഏത് യോഗത്തിലാണ് ഇന്നലെ പങ്കെടുത്തത്, ആരുടെ യോഗത്തിലാണ് പങ്കെടുത്തത്, അവിടെ നിന്ന് എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു പോയത്? ഒരു കാര്യം സത്യമാണ്, പോലീസ് ഷാഫി പറമ്പലിനെ ലക്ഷ്യമാക്കി മർദ്ദിച്ചിട്ടുണ്ട്. അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ഒരു MBA ആണ് മർദ്ദിച്ചത്, ഒരു കാരണമില്ലാതെ, ഒരു പ്രകോപനമില്ലാതെ. ഇപ്പം SP എന്ന് പറയുന്നത് ലാത്തി ചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല, വിസിലടിച്ചിട്ടില്ല, അടിക്കാൻ പറഞ്ഞിട്ടില്ല. അടിക്കാൻ പറയാതെ, വിസിലടിക്കാതെ, ലാത്തി ചാർജിന് ഉത്തരവ് കൊടുക്കാതെ ഒരു MPയുടെ തലയ്ക്കും മൂക്കിലെ എല്ലൊടിഞ്ഞു സർജറി നടത്തി. തലയ്ക്കും പോലീസ് അടിച്ചതെങ്കിൽ അതിൻ്റെ പുറകിൽ നടത്തിയിരിക്കുന്ന MBയെ ലക്ഷ്യമാക്കി വന്നിട്ട് ചെയ്തിരിക്കുകയാണ്. വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോഴത്തെ ഈ ശബരിമല ഇതിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടിയാണ്. കാരണം കള്ളന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് CPM ആണ്, CPM നേതാക്കളാണ്. ഒരു പോലീസുകാരെ സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. വിഷ്ണു എന്നാണ് പോലീസുകാരൻ. അയാൾക്കെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു, അയാളാണ് തല്ലിയെന്ന് പറഞ്ഞിട്ട്. അല്ല, അതൊക്കെ അന്വേഷിക്കട്ടെ, പോലീസ് തന്നെ അന്വേഷിക്കട്ടെ. പോലീസുകാർക്ക് അറിയാല്ല ആരാ അടിച്ചെന്നുള്ളതിന്റെ വീഡിയോസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കണമല്ലോ. കണ്ടുപിടിക്കട്ടെ. ഇനി വേറെ ടൂൾസ് ഉണ്ടാക്കി ഞങ്ങളാരെങ്കിലും അടിച്ചാന്ന് പറയുന്നത് മാത്രം. പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് സാധാരണ എന്ത് വന്നാലും എന്റെ അടുത്തേക്ക് കയറുന്ന ഒരു പരിപാടിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ വരെ പറഞ്ഞു. KPCC പുനഃസംഘടന ഉണ്ടാകുമോ? അതൊക്കെ പാർട്ടി പ്രസിഡന്റ് പറയും, KPCC പ്രസിഡന്റ് പറയും.